Dear students, today we are going to deal with vibrational spectroscopy. Last class, as you know, we were dealing with rotational spectroscopy. We have studied that assume that we are having a plane, say A, B be the molecule, having partial negative charge and partial positive charge, or we can say that as a polar molecules. Say the molecule will rotate like this, and we know that the dipole moment is changing. But here we have seen that the dipole moment magnitude remains the same, and what is changing here? Only the direction. But even if direction or magnitude, when either of one changes, we say it is a vector quantity. So we have seen that in rotational motion, we studied that we are having a molecule, say A or B, having partial positive charge and partial negative charge, and this molecule is rotating. When the molecule is rotating, what will happen? When the frequency of this molecular rotation, that when the molecule is rotating, we know the electric field associated with the molecule will also rotate. So when the molecule is rotating, and when this rotational frequency matches with the frequency of the electromagnetic radiation that is falling on this material or this molecule, when they matches, we say that the molecule absorbs radiation and we are getting rotational spectrum. അതായത് ഈ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇലക്ട്രിക് ഫീൽഡും കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും രണ്ടും മാച്ച് ആവുമ്പോൾ ഓർ റെസണൻസ്, we say that the molecule is absorbing radiation, then we are getting rotational spectroscopy, rotational motion, rotational spectrum in the microwave region. അപ്പോൾ നമ്മൾ ഒരു മൈക്രോവേവ് റീജിയനിലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് എങ്ങനത്തെ തരം മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഇസ് പോളാർ മോളിക്യൂൾസ്. ഹിയർ ഓൾസോ ദ ഡൈപോൾ മൊമെന്റ്, ദർ ഇസ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ദ മോളിക്യൂളിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. കാര്യം എ മൂവ് ചെയ്താലും ബി മൂവ് ചെയ്താലും എന്താണ്, അതിന്റെ ചാർജിന് വ്യത്യാസമൊന്നുമില്ല റൊട്ടേറ്റ് ചെയ്യുമ്പോഴും. പക്ഷെ എന്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ? ഡയറക്ഷന് മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ഡയറക്ഷന് വ്യത്യാസം വന്നാലും വി ക്യാൻ കോൾ ഇറ്റ് ബൈ ഇറ്റ് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണെങ്കിലും ഒരു ഡൈപോൾ മൊമെന്റ്, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വേണം. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ അവന്റെ സെലക്ഷൻ റൂൾ എന്ന് നമ്മൾ പറഞ്ഞത് ഡെൽറ്റ ജെ ആണ് പറഞ്ഞത്. ജെ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ എന്നാണ് പറഞ്ഞത്. പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് എന്ന് പറയുന്നത് അബ്സോർപ്ഷനും മൈനസ് എന്ന് പറയുന്നത് എമിഷനുമാണ്. കാരണം അബ്സോർബ് ചെയ്യുന്നത് പോലെ തന്നെ എന്തും വരും, എമിറ്റ് ചെയ്യാനും പറ്റും അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വഴി നമ്മൾ എനർജി ലെവൽസ് കണ്ടുപിടിക്കും അല്ലേ. എനർജി ലെവൽസ് കണ്ടുപിടിക്കും. ദർ ഇസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1, ജെ ഇൻറ്റു ജെ പ്ലസ് 1 h ക്രോസ് സ്ക്വയർ ബൈ 2i. വേറെ ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ m1, ഇത് ഇവനിപ്പോൾ m1 ആണ്, ഇത് m2 ആണെങ്കിൽ m1 m2 ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന r ആണെങ്കിൽ i is equal to mr സ്ക്വയർ, mu is equal to m1 m2 by mr സ്ക്വയർ. നമുക്കറിയാം h ക്രോസ് എന്ന് പറയുന്നത് h by 2π ആണ് അല്ലേ. നൗ വി ഓൾറെഡി സീൻ ദാറ്റ് നമുക്കിത് കിട്ടുന്ന ജൂൾസിലാണ്, പക്ഷെ നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സിൽ വേണം. അതുകൊണ്ട് നമ്മൾ ആ വേവ് നമ്പറിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എപ്സിലോൺ എൽ എന്നോ എപ്സിലോൺ ആർ എന്നോ എഴുതാം. റൊട്ടേഷന്റെ ആറാണ്, അല്ലെങ്കിൽ എൽ എന്നോ ജെ എന്നോ എങ്ങനെ വേണോ എഴുതാം. ഇ ജെ ബൈ എച്ച് സി, ഇതിനെയാണ് ഇ ജെ എന്ന് പറയുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് യൂണിറ്റ് കിട്ടുന്നത്. ആൻഡ് വി ഗെറ്റ് ദാറ്റ്, അതിൽ നമുക്ക് കിട്ടുന്നത് ഇ ജെ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ജെ പ്ലസ് 1 ബൈ 8 പൈ സ്ക്വയർ ഐ സി പെർ സെന്റിമീറ്റർ ആണ്. അതിൽ നമ്മൾ ബി റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ സി പെർ സെന്റിമീറ്റർ. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സ്റ്റിൽ ഐ ജസ്റ്റ് ഹാവ് ടോൾഡ് യു ആസ് എ ഫോം ഓഫ് റിവിഷൻ. അപ്പം നമ്മൾ ഇതിൽ റൊട്ടേഷണൽ എനർജി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കാണാം? നമുക്കിതിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ കാണാം. ഐ എന്ന് പറയുന്നത് മ്യൂ ആർ സ്ക്വയർ ആണ്. ഇപ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് m1 m2 ബോണ്ട് ലെങ്തോ കണ്ടുപിടിക്കാം. ഐദർ ഇഫ് യു ആർ ഗിവൺ ദ വാല്യൂ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഓൾസോ. ഇത്രയാണ് നമ്മൾ എന്തോന്ന് പറഞ്ഞത്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ പറഞ്ഞത്. സിമിലർലി നമ്മൾ പറഞ്ഞു അത് മൈക്രോവേവ് റീജിയനിലാണെന്നൊക്കെ പറഞ്ഞു. Now today we are going to deal with vibrational spectroscopy. Vibrational spectroscopy വേണമെങ്കിൽ നമുക്ക് ഇൻഫ്രാ റെഡ്
ഇൻഫ്രാറെഡ് IR സ്പെക്ട്രോസ്കോപ്പി എന്നും അറിയപ്പെടുന്നു. അപ്പം വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് എന്തെന്നും പറയാം, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR റീജിയൻ എന്ന് പറയാം. ബിക്കോസ് ദിസ് ടൈപ്പ് ഓഫ് സ്പെക്ട്രം ഇസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ റീജിയൻ ഓഫ് 10⁻12 to 10⁻14 ഹെർട്സ് ആണ്. അതായത് 100 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ വരെയാണ് കിട്ടുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ റൊട്ടേഷനിൽ പറഞ്ഞത്. നമ്മളിപ്പോൾ പറയുന്നത് വൈബ്രേഷനിലാണ് നമ്മൾ പറയുന്നത്. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി എന്നും പറയാം. ഓക്കെ, നൗ നമ്മൾ പറയണത് ഇതിൽ ആദ്യമേ നമ്മൾ പറയും ഒരു മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുമ്പം അതിന്റെ ഡൈപോൾ മൊമെന്റ് വിൽ ചേഞ്ച്. നമുക്ക് ഓൾറെഡി അറിയാം, when a molecule is vibrating automatically there will be rotational energy levels. നമ്മളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, കാര്യം അത് വൈബ്രേഷന്റെ അകത്താണ്. പക്ഷെ ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പം ഇറ്റ് വിൽ ഹാവ് ബോത്ത് റൊട്ടേഷൻ ആസ് വെൽ ആസ് വൈബ്രേഷൻ. ഇവിടെ നമ്മൾ വി ആർ ഗോയിങ് ടു കൺസിഡർ an example. Let us consider a molecule delta plus and delta minus, a charged polar molecule. എന്തായിരുന്നാലും അതിനൊരു ചാർജ്ഡ് വേണം. ചാർജ് ഉള്ളതുകൊണ്ട് അതിന് എന്തും കൂടെ വേണം, അതിനൊരു പോളാർ മോളിക്യൂളും ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനൊരു പീരിയോഡിക് ചേഞ്ച് ഉണ്ടാവും. എന്തിനാണ്? അതിന്റെ ഡൈപോൾ മൊമെന്റത്തെ മാഗ്നിറ്റ്യൂഡിന് അതിനൊരു പീരിയോഡിക് ചേഞ്ച് ഉണ്ടാവും. അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ റൊട്ടേഷനിൽ പറഞ്ഞത്. ഇനി വൈബ്രേഷനിൽ എന്താണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിനെ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യണം. പോസിറ്റീവ് വരുന്നിടത്ത് ഇങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് ഇതൊരു എയും ഇതൊരു ബിയും ആണ് മോളിക്യൂൾ. അപ്പം ഈ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ദർ വിൽ ബി എ സ്ട്രെച്ചിങ്, ദാറ്റ് ഇസ് എ മോളിക്യൂൾ വിൽ സ്ട്രെച്ച്. ഞാൻ പിന്നെയും ഈ മോളിക്യൂൾ എടുത്തു, പിന്നെയും ഞാൻ അവനെ എലോങ്ങേറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ മോളിക്യൂൾ ഇഫ് ഇൻ എ കേസ് ഓഫ് എ റബ്ബർ ബാൻഡ് ഇഫ് ഐ ലീവ് വൺ എൻഡ്, അതെന്ത് പറ്റും? അത് തിരിച്ചു വരാൻ തുടങ്ങും. അപ്പൊ അതായത് മോളിക്യൂൾസിൽ എന്തൊക്കെ നടക്കാം? എലോങ്ങേഷനും നടക്കാം, പിന്നെ എന്ത് നടക്കാം? കോൺട്രാക്ഷനും നടക്കാം. അതായത് ഒരു എലോങ്ങേഷനും കോൺട്രാക്ഷനും നടക്കാം. ഇതിനെയാണ് നമ്മൾ പറയണത് ദ മോളിക്യൂൾ വിൽ അണ്ടർഗോ വൈബ്രേഷൻ ഓർ മോളിക്യൂൾ വിൽ അണ്ടർഗോ ഓസിലേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളൊരു മോളിക്യൂൾ എടുത്തു, അതിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. പിന്നെ ഇനി മോളിക്യൂളിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് വി ക്യാൻ ലീവ് വൺ എൻഡ്. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വലിച്ചിട്ട് ഒരു സൈഡ് വിടുമ്പോൾ എന്ത്, പിന്നെ റബ്ബർ ബാൻഡ് വിൽ ട്രൈസ് ടു കം ബാക്ക്. അതിനൊരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടെന്ന് പറയാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. അതായത് അതിന് ഇലോങ്ങേഷനും നടക്കും, കോൺട്രാക്ഷനും നടക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് എ ഓസിലേഷൻ അല്ലെ. മോളിക്യൂൾ ക്യാൻ ഓസിലേറ്റ് ഓർ മോളിക്യൂൾ ക്യാൻ വൈബ്രേറ്റ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ പറയും ദ മോളിക്യൂൾ ഇസ് അണ്ടർഗോയിങ് വൈബ്രേഷണൽ മോഷൻ. ചിലപ്പോൾ അത് ഇങ്ങനെ വരാം, കുറയാം, കൂടാം, ഡിപ്പെൻസ്. ഹിയർ ദ ഡൈപോൾ മൊമെന്റ് സെയിം ഡയറക്ഷനിലാണ് അല്ലേ. നമ്മൾ അങ്ങോട്ട് വലിക്കുമ്പം അത് അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് സെയിം ആണ്. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നു? ഇവിടെയുള്ള R അല്ല ഈ ABക്ക് ഇവിടെയുള്ള R. ദാറ്റ് മീൻസ് ഹിയർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ ബോണ്ട് ലെങ്ത്, അല്ലെങ്കിൽ ദ ബോണ്ട് ഡിസ്റ്റൻസ്, ബോണ്ട് ലെങ്ത് ഈസ് ചേഞ്ചിങ്. ദ ബോണ്ട് ലെങ്ത് ഈസ് ചേഞ്ചിങ്. ദാറ്റ് ഈസ് ഈ രണ്ട് ന്യൂക്ലിയസിന്റെയും, അതായത് എയുടെയും ബിയുടെയും ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ചേഞ്ച് വരുന്നു. കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. എലോങ്ങേഷൻ വരുമ്പോൾ കൂടുകയും ചെയ്യും, കോൺട്രാക്ഷൻ വരുമ്പോൾ അത് കുറയുകയും ചെയ്യും. സോ നാച്ചുറലി ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അതിപ്പോൾ നമ്മൾ എലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ബോണ്ട് ലെങ്ത്. But distance between the two nucleus is always increasing. That means that in vibration, the dipole moment change is due to interatomic അല്ലെങ്കിൽ internuclear distance and the magnitude is changing. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എപ്പോഴൊക്കെ whenever there is a periodic change in dipole moment occurs, ഈ ഫ്രീക്വൻസി, അതായത് ഈ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് ചേഞ്ച്, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച്, ലെറ്റ് ഇറ്റ് ബി, ഈ ഇവിടുത്തെ ഫ്രീക്വൻസി വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തോന്ന് പറയണത്? ദ മോളിക്യൂൾ ഹാസ് അബ്സോർബ്ഡ് എനർജി. ദ മോളിക്യൂൾ ഹാസ് അബ്സോർബ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ എലോങ്ങേഷനും സ്ട്രെച്ച് ചെയ്യുമ്പോഴും, അതായത് വൈബ്രേഷനും ഓസിലേഷനും നടക്കുമ്പോൾ നടക്കുന്ന ആ ഫ്രീക്വൻസി, അതായത് ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാവുമല്ലോ, ആ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാക്കുന്ന ആ ഫ്രീക്വൻസി വരുന്ന എച്ച് ന്യൂവിന്റെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും അവരുടെ ഓസിലേഷന്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുമ്പോഴാണ് ഈ മോളിക്യൂള് ഇറ്റ് ഈസ് അബ്സോർബിങ്
electromagnetic energy or there is an absorption of energy and we are getting vibrational spectra അല്ലെങ്കിൽ vibrational spectroscopy എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഒരു റെസണൻസ് ഉണ്ടാവും ഈ രണ്ട് ഫ്രീക്വൻസിയും തമ്മിൽ. അതായത് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ ഓർ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നും പറയാം, ഇ ഈസ് ഈക്വൽ ടു എച്ച് ഒമേഗ എന്നും പറയാം. അതായത് ഇവിടെ നമുക്ക് വരുന്ന ഫ്രീക്വൻസി ഇവിടെ ഓസിലേഷൻ അല്ലേ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എച്ച് ന്യൂ ഓസിലേഷൻ എന്നും പറയാം, എച്ച് ഒമേഗ ഓസിലേഷൻ എന്നും പറയാം. ദാറ്റ് ഷോസ് ദാറ്റ് ദ മോളിക്യൂൾ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ഒമേഗ. ഇത് ഇപ്പോഴും വരുമ്പോഴാണ് നമുക്ക് അതിന് റെസണൻസ് എന്ന് പറയുന്നത്. എച്ച് ന്യൂവും എച്ച് ഒമേഗ ഇവിടെ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഈ ഒമേഗ എന്ന് പറയുന്ന ഓസിലേഷന്റെയോ വൈബ്രേഷന്റെയോ ആ ഫ്രീക്വൻസിയാണ്. ഇവർ രണ്ടുപേരും സെയിം തന്നെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും സെയിം ആവുമ്പോഴാണ് ഈ മോളിക്യൂള് ദാറ്റ് വിൽ അബ്സോർബ് എനർജി ആൻഡ് ഇറ്റ് വിൽ അണ്ടർഗോ വൈബ്രേഷണൽ മോഷൻ. ഓക്കെ, ഇനി വൈബ്രേഷൻ വി ക്യാൻ ഹാവ് വൈബ്രേഷൻ 2 ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കപ്പിൾഡ് വൈബ്രേഷൻ എന്ന് പറയാം, ഒന്നെന്ന് പറയുന്നത് ഡീകപ്പിൾഡ് വൈബ്രേഷൻ. കപ്പിൾഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ 2 ആറ്റംസ് ഓർ 2 മോളിക്യൂൾസ് വിൽ മൂവ്. ഈ 2 ആറ്റവും മൂവ് ചെയ്യും. മറ്റേതാണെങ്കിൽ only 1 ആറ്റം വിൽ മൂവ്. അതായത് ഒന്ന് കോൺസ്റ്റന്റ് ആയിരിക്കും, മറ്റത് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതാണ് കപ്പിൾഡും ഡീകപ്പിൾഡ്. കപ്പിൾഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ടും മൂവ് ചെയ്യും. മറ്റേ ഡീകപ്പിൾഡ് എന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഒന്നിനെ ഇങ്ങനെ പിടിച്ച് വിട്ട് ഇടാം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഡീകപ്പിൾഡ്. ഒരാൾ മാത്രം കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് ഒരാൾ മാത്രം മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡീകപ്പിൾഡ്. കപ്പിൾഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും മൂവ് ചെയ്യും. That is what the difference between coupled and decoupled. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡീകപ്പിൾഡ് വേണമെങ്കിൽ എടുക്കാം. അതായത് ഒരു മോളിക്യൂളിനെ ഫിക്സ് ചെയ്തെടുക്കാം. Let us consider an example. Say നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ HCl ആണ്. നമ്മുടെ കോമൺ എക്സാമ്പിൾ ആണ്. ഇവൻ ഡെൽറ്റ പ്ലസും ഇവൻ ഡെൽറ്റ മൈനസും ആണ്. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്രാഫ് ആക്സിസ് വേണം എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ. ഇതിന് ഞാനിവിടെ ഒരു ക്ലോറിനെ വരച്ചു. അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്നത് ദിസ് എ സ്റ്റേബിൾ കോമ്പൗണ്ട് HCl. ദാറ്റ് ഈസ് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ദേ ആർ സ്റ്റേബിൾ. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ ഇക്വിലിബ്രിയം എന്നിവിടെ മാർക്ക് ചെയ്തത്. അതായത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. ഒരു പെർട്ടിക്കുലർ ഇക്വിലിബ്രിയം ഉണ്ട്, അപ്പം അത് സ്റ്റേബിൾ ആണ്. അപ്പം നമ്മളിത് HCl ആണ് വരച്ചത്. ജനറലി ലെറ്റ് മീ സേ വിത്ത് എൻ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ പറയണം. സി വി ആർ ഹാവിങ് 2 ആറ്റംസ്. നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 2 ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ ആണോ എത്രയാണ്. സി ദർ വിൽ ബി എ റിപ്പൽഷൻ ബിറ്റ്വീൻ ദീസ് 2 ന്യൂക്ലിയസ്. ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽഷൻ കാണും. ഈ നെഗറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽഷൻ കാണും. പക്ഷേ ഈ ഇലക്ട്രോണും ഈ പോസിറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ഷൻ കാണും. അല്ലെങ്കിൽ ഈ ഇലക്ട്രോണും ഈ പോസിറ്റീവ് ചാർജും തമ്മിലും അട്രാക്ഷൻ ഉണ്ടാവും. ബട്ട് അപ്പൊ ഇവരെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും, ഇവർ തമ്മിലുള്ള റിപ്പൽഷൻ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ദൂരെ കൊണ്ടുപോകും തോറും എന്ത് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ പിന്നെയും വരും. സോ അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ദേ വിൽ ബി ഇൻ എ സ്റ്റേബിൾ പൊസിഷൻ. അതാണ് നമ്മൾ ആർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദ റിപ്പൽഷൻ മേ ഇൻക്രീസ്. കാര്യം 2 ഇലക്ട്രോൺ ഉണ്ട്, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിന്റെ റിപ്പൽഷൻ ആയിരിക്കും കൂടുന്നത്. പക്ഷെ നമ്മളൊരു കുറച്ച് ദൂരെ കൂടെ കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും, പിന്നെ അവർ അട്രാക്ഷൻ വരാൻ തുടങ്ങും. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ദേ വിൽ ബി ഹാവിങ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ്, ആ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത്. Now we are going to assume an example. ഞാനിപ്പോൾ ഈ Hനെ അടുത്തോട്ട് ഇപ്പം ഞാൻ അടുത്തത് പറയുകയാണ്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ക്ലോറിൻ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ Hനെ കുറച്ച് അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കിയാണ്. ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്തുവാകും, അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് ഞാനിതാ Hനെ ഇവിടെ ഇരുന്ന Hനെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും, ഞാൻ ഇവിടെയാണ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ അവനെ അങ്ങ് വിടുമ്പോൾ എന്ത് പറ്റും, അവനെ നാച്ചുറലി ഒരു റിപ്പൽഷൻ ഉണ്ടായി ചെയ്ത് അവൻ ദാ ഇവിടെ ചെന്ന് നിൽക്കും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ക്ലോറിൻ ഇരിക്കുകയില്ലേ, ഈ ഹൈഡ്രജനെ ഞാൻ പിന്നെയും ഇവിടെ കൊണ്ടുവരും. എഗെയിൻ ഇറ്റ് വിൽ അണ്ടർഗോ എ റിപ്പൽഷൻ. അത് ദാ ഇവിടെ പോയി നിൽക്കും. പിന്നെയും ഞാൻ അടുത്ത് കൊണ്ടുവരികയാണ് ക്ലോറിൻ, ഇവിടെ ഞാൻ കൊണ്ടുവരികയാണ് അടുത്ത്. പിന്നെയും അവൻ എന്ത് ചെയ്യും, കൂടുതൽ
ദൂരം അവനങ്ങ് റിപ്പൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഞാൻ അടുത്ത് വരുമ്പോൾ റിപ്പൽഷൻ കാരണം ഞാൻ അങ്ങ് വിടുമ്പോൾ എന്ത് പറ്റും, കുറച്ച് ദൂരെ പോയി തെറിക്കും. അപ്പം നമ്മൾ റബ്ബർ ബാൻഡ് തന്നെ നമ്മൾ എടുക്കുകയാണ്, വൺ സൈഡ് ഐ ഹാവ് ഫിക്സഡ്, അതായത് ഡീകപ്പിൾഡ് ആണ്. ഒരു സൈഡ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് അടുത്ത് പതുക്കെ കൊണ്ടുവന്ന് വിട്ടാൽ അത് കുറച്ച് ദൂരമേ പോകുള്ളൂ. പക്ഷെ ഞാൻ നല്ലതായിട്ട് അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് വിട്ടാൽ അത് നല്ല ദൂരെ പോകും. അതായത് ഈ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ദിസ് ഈസ് ദ വൈബ്രേഷണൽ ഗ്രാഫ് വി ആർ ഗോയിങ് ടു ഗെറ്റ്. ഇതാണ് നമ്മളെ വൈബ്രേഷണൽ ഗ്രാഫ് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവർ തമ്മിലാണ് ദ എനർജി ലെവൽ, കണ്ടോ, ഇതാണ് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഈ ആറ്റംസ് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ ആയിരിക്കോ വൈബ്രേഷൻ കൂടുതൽ, ഇവിടെ ആയിരിക്കോ വൈബ്രേഷൻ കൂടുതൽ, ഇവിടെ ആയിരിക്കോ വൈബ്രേഷൻ കൂടുതൽ. കൂടുതലും വൈബ്രേഷൻ എവിടെയായിരിക്കും, ഇവിടെ ആയിരിക്കും കൂടുതൽ. കാര്യം ദൂരം അത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആവുമ്പോൾ അത് ലോ വൈബ്രേഷൻ ആണ്. അപ്പൊ ലോ വൈബ്രേഷനിൽ കൂടുതലും നടക്കുന്നത് റൊട്ടേഷണൽ എനർജിയാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് റൊട്ടേഷണൽ എനർജി ഗ്യാപ്സ് ഉണ്ട്. ഹൈ വൈബ്രേഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈ വൈബ്രേഷണൽ സ്റ്റേറ്റ്. സോ അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് മീൻസ് ഹിയർ ദർ ഇസ് എ, നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് കംപ്രഷൻ ആവണോ, ദെൻ വി ആർ ലിവിങ് ഇറ്റ് ഈസ് എലോങ്ങേറ്റിംഗ് ഓർ ഇറ്റ് ഈസ് അഗെയിൻ സ്ട്രെച്ചിങ്. എഗെയിൻ ഐ എം ഗോയിങ് ടു ബ്രിങ് ദിസ് ഹൈഡ്രജൻ ലിറ്റിൽ മോർ അടുത്തത് ഇതിന്റെ ക്ലോറിന്റെ അകത്ത് മോർ ദാൻ വാട്ട് നിയറർ ടു ദ ഫസ്റ്റ് പൊസിഷൻ ഐ ആം ബ്രിങ്ങിങ് ദ ഹൈഡ്രജൻ ഹിയർ ആൻഡ് ഐ എം ലിവിങ് ഇറ്റ് ഈസ് റിപ്പലിംഗ് ആൻഡ് മൂവിങ് ടു ദ ലാർജസ്റ്റ് സ്റ്റേജ്. Again I am bringing the hydrogen to little more near to chlorine. Due to the repulsion, if I am leaving, what will happen? It will go to little more distance. Far it will travel to little more. It will stretch to larger distance and we are getting a parabola curve. ഇതാണ് ഒരു പാരാബോള കർവ്. ഇപ്പം നമുക്ക് പറയാം ഇവർ തമ്മിലുള്ള വൈബ്രേഷൻ എത്ര ദൂരം കിടക്കും, ഇതിൻ്റെ അകത്ത് തന്നെ ഇവനിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് നിൽക്കും. ദിസ് ഈസ് എ വൈബ്രേഷണൽ മോഷൻ ഓർ ഇറ്റ് ഈസ് എ സ്ട്രെച്ചിങ് മോഷൻ. ഇതാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുകയാണ്, ഈ മോളിക്യൂളിനെ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും, അല്ലെ, അതിന്റെ റിപ്പൽഷനോ അട്രാക്ഷനോ, അതായത് ഓസിലേഷൻ, ഇതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ സ്പ്രിങ്. അപ്പൊ അങ്ങനെ വരുമ്പം ആക്ച്വലി ദ മോളിക്യൂൾ ഈസ് വൈബ്രേറ്റിംഗ് ഡ്യൂ ടു ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാരണമാണ് അതിന് എന്ത് പറ്റും, അതിന് തിരിച്ച് അതിന്റെ പൊസിഷനിൽ വരണം. അതായത് അതിനെ എങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് തിരിച്ചത് പോകുമ്പോൾ എഗെയിൻ ഇറ്റ് കംസ് ആൻഡ് ബാക്ക്. അതായത് ഇറ്റ് വാണ്ട്സ് ടു അറ്റൈൻ കം ടു റെസ്റ്റിലോട്ട് വരണം. അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പം അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാരണം അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ എത്രത്തോളം ഹൈഡ്രജനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമോ അത് അത്രത്തോളം അത് റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അതായത് ഹൈ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ വി ആർ ഗോയിങ് ടു സേ അബൌട്ട് ഹുക്സ് ലോ. ഹുക്സ് ലോ നിങ്ങൾ 12th പഠിച്ചിട്ടുള്ള കാര്യമാണ്. വി ആർ ഗോയിങ് ടു സേ ഹുക്സ് ലോ. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്? ദാറ്റ് ഈസ് വി നോ ദാറ്റ് വി ആർ കീപ്പിംഗ് വൺ ക്ലോറിൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജനെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്, അതായത് കംപ്രസ് ചെയ്യുകയാണ്. ആ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു തരം ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇറ്റ് വാണ്ട്സ് ടു കം ബാക്ക്, ഇറ്റ് വാണ്ട്സ് ടു റീസ്റ്റോർ ഇറ്റ്സ് പൊസിഷൻ ബാക്ക്. അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? ഇപ്പം നമ്മൾ ഹൈഡ്രജനെ കംപ്രസ് ചെയ്യുമ്പം ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് കംപ്രസ് ചെയ്തിട്ട് വിടുകയാണ്. അപ്പം ആക്ച്വലി അവിടെ ഒരു ഇറ്റ് വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. നമ്മൾ അടുത്തോട്ട് വലിച്ചു കഴിയുമ്പം ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജന് ഇവിടെ ഇരുന്ന ഹൈഡ്രജനെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുവന്നത് കംപ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്ത് പറ്റുക, ഇറ്റ് വാണ്ട്സ് ടു ഗോ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ, ഇങ്ങോട്ട് വരണം. അപ്പം അത് അവനൊരു റീസ്റ്റോറിങ്, അതിന്റെ പൊസിഷൻ റീസ്റ്റോർ ചെയ്യണം. അപ്പം അവിടെ ഒരു എനർജി റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ എനർജിയാണ് നമ്മൾ എന്ത് പറയണം, ഒരു ഫോഴ്സ്. ആ ഫോഴ്സ് കൊണ്ട് അതിന് ഇറ്റ് വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ആ ഗോ ബാക്ക് എന്ന് പറയുന്നത് അതിന് അത്രയും ഡിസ്റ്റൻസ് അതിന് പോകണം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഡിസ്പ്ലേസ്മെന്റ്. ഇറ്റ് വാണ്ട്സ് ടു ഗോ ടു ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ. നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്നതിന് അതിന് തിരിച്ച് അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ പോകണം. അപ്പോൾ ആ ഇനിഷ്യൽ പ്ലേസിൽ പോകാൻ വേണ്ടി നീഡ്സ് എ ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്ര ഫോഴ്സ് ആണോ അവൻ വച്ചേക്കുന്നത് അത്രയും അതിന് ഡിസ്പ്ലേസ്മെന്റ് പോകാൻ പറ്റുള്ളൂ. ഫോഴ്സ് കുറവാണെങ്കിൽ കുറച്ച് ദൂരമല്ലേ പോകാൻ പറ്റുള്ളൂ, ഫോഴ്സ് കൂടുതലാണെങ്കിൽ കൂടുതൽ പോകാം. അപ്പൊ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷേ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇരുന്ന ആളിനെയാണ് ഞാൻ ഇങ്ങോട്ടെടുത്തത്. അപ്പൊ അവൻ ഡിസ്പ്ലേസ് ചെയ്യണം, ഇങ്ങോട്ടെടുത്ത് ഡിസ്പ്ലേസ് ചെയ്യണം എങ്ങോട്ടാണ്, അങ്ങോട്ടാണ്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്
അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഓർ എഫ് ഈസ് ഈക്വൽ ടു അങ്ങനെ ഒരു മൈനസ് ഇവിടെ ഇട്ടു. ഓപ്പോസിറ്റ്, ഈ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവൻ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് ഹുക്സ് ലോ.